മാർവലിലെ ഏറ്റവും ഡേഞ്ചറസ് സഹോദരന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആരാണ് ജയിക്കുക? ഗോഡ് ലോക്കിയാണോ അതോ റൂൺ കിങ് തോറാണോ? സത്യം പറഞ്ഞാൽ ഈ ഫൈറ്റ് അത്ര ഈസി അല്ല. ആദ്യം ഗോഡ് ലോക്കിയെ പറ്റി നോക്കാം. ഇത് നമ്മൾ സിനിമകളിൽ കണ്ട ലോക്കിയല്ല, കോമിക്സിൽ ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയി മാറിയ ശേഷമുള്ള ലോക്കിയാണ്. അപ്പോഴേക്കും ലോക്കിക്ക് റിയാലിറ്റിയും സ്റ്റോറീസും വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ചില കോമിക്സിൽ തന്റെ സ്വന്തം കഥ പോലും മാറ്റി എഴുതുന്ന ശക്തി ലോക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷേ റൂൺ കിങ് തോറിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഓഡിൻ ഫോഴ്സ് മാത്രമല്ല, റൂൺ മാജിക്കിന്റെ ശക്തിയും സ്വന്തമാക്കിയ തോർ സമയത്തെയും വിധിയെയും വരെ മറികടന്ന ഒരു കോസ്മിക് ഗോഡായി മാറിയിരുന്നു. മാങ്കോക്ക് പോലുള്ള ഭീകര ശക്തികളെ സെക്കൻഡിനുള്ളിൽ തോൽപ്പിക്കുകയും ഡെസ്റ്റിനിയെ തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈറ്റിൽ ആര് ജയിക്കും? എന്റെ ഒരു അഭിപ്രായത്തിൽ റൂൺ കിങ് തോറാണ് ചെറിയ അഡ്വാൻറ്റേജ്. കാരണം റോ പവേഴ്സ്, കോമ്പാക്ട് എക്സ്പീരിയൻസ്, കോസ്മിക് ഫീറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ തോർ മുന്നിലാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഗോഡ് ലോക്കിയുടെ ഏറ്റവും വലിയ ആയുധം ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ഇന്റലിജൻസും റിയാലിറ്റി മാനിപ്പുലേഷനുമാണ്. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ ടൈം കിട്ടിയാൽ ലോക്കി എന്തും ചെയ്യാൻ കഴിവുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ഫൈറ്റ് ആണെങ്കിൽ റൂൺ കിങ് തോർ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ പ്ലാനിങ്ങും മാനിപ്പുലേഷനും ഉൾപ്പെടുത്തുന്ന ഒരു ബാറ്റിലാണെങ്കിൽ അവിടെ തീർച്ചയായും ഗോഡ് ലോക്കി തന്നെയായിരിക്കും.